ഹലോ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷു. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിഷുക്കണി നമ്മൾ ഈ പ്രാവശ്യം റെഡിയാക്കിയ വിഷുക്കണിയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും കണിയൊക്കെ കണ്ടതിന് ശേഷം കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ്. ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും നല്ല സുന്ദരമായൊരു വിഷുക്കണി തന്നെ എനിക്ക് ഒരുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തലേദിവസം രാത്രി ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കഴുകി വിളക്ക് കത്തിക്കും കുളിച്ചതിന് ശേഷം. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. തലേദിവസം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ഈ കൃഷ്ണനെ വാങ്ങിച്ചത്, കൃഷ്ണവിഗ്രഹം വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ആ കൃഷ്ണവിഗ്രഹത്തിൽ തന്നെ നമുക്ക് ആ ഒരു കണിയിൽ മൊത്തം മനോഹരമാക്കുന്ന രീതിയിലുള്ള ഒരു കൃഷ്ണവിഗ്രഹമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. അപ്പോൾ കണിയെല്ലാം കണ്ട് കുറേ നേരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി. കണ്ണൻകുട്ടും പൊന്നുകുട്ടിയൊക്കെ ഫ്രഷായി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഞാൻ രാവിലെ നമുക്കൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ വിളക്കൊക്കെ കത്തിച്ചു ഫുള്ള് കണിയൊക്കെ വെച്ച് അതിന് ശേഷം കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ അതിന് ശേഷം ഞാൻ കിച്ചണിൽ തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടില്ലേ എത്രയും പെട്ടെന്ന് ചെറിയൊരു സദ്യയൊക്കെ റെഡിയാക്കി അടുക്കളയിൽ നിന്ന് ചാടണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ചെറിയൊരു സദ്യ കേട്ടോ. സാമ്പാർ, തോരൻ, അച്ചാർ, പച്ചടി, പിന്നെ പായസം, അങ്ങനെ കുറച്ച് പുളിശ്ശേരി, ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കേട്ടോ. വിഷുവിന് എന്ത് മാമ്പഴ പുളിശ്ശേരി ഇല്ലെങ്കിൽ പിന്നെ എന്ത് സദ്യയില്ലേ. അപ്പോൾ ചെറിയ രീതിയിലാണ് കേട്ടോ ഞാൻ എല്ലാം. പായസം ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പായസവും കൂടെ തയ്യാറാക്കി കേട്ടോ. അപ്പോൾ ഇത്തവണ ശരിക്കും ഞങ്ങൾക്ക് വിഷു അങ്ങനെ വലിയ സെലിബ്രേഷനായിട്ടൊന്നുമില്ല. ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രം ജസ്റ്റ് ഞങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കണമല്ലോ എന്നോർത്ത് ഞങ്ങൾ ചെറിയ രീതിയിലെല്ലാം ചെയ്തതുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ചെറിയൊരു മരണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വിഷു ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ജസ്റ്റ് ഒന്ന് ചെറിയൊരു സദ്യയും ഒന്ന് കണി വെച്ചു. പിന്നെ ഭക്ഷണം കണി വെക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷുവിൻ്റെ ദിവസം എല്ലാവരും ചെയ്യുന്ന അല്ലേ, അതൊരു എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് കണി വെച്ച് കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ചെറിയൊരു സദ്യ. പിന്നെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയും ഹസ്ബൻഡും വന്നു. അവർ വന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ നല്ല തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വിഷുവിൻ്റെ ദിവസമൊക്കെ നല്ല തിരക്കാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടത്തില്ല. പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു കേട്ടോ. കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടത്തില്ല. അമ്മമാരുടെ വിഷു ഓണം ആഘോഷമൊക്കെ കിച്ചണിലാണല്ലേ, സദ്യ ഉണ്ടാക്കലും കാര്യങ്ങളും. അപ്പോൾ അത് എനിക്കും ലേശമുള്ള ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മമാരുടെ ആഘോഷം എന്ന് പറയുന്നത് അടുക്കളയിലാണല്ലേ. അതുപോലെ തന്നെ ഞാനും ഇപ്പോൾ ഒരു അമ്മയായി. അപ്പോൾ എന്താ എൻ്റെയും ആഘോഷം അടുക്കളയിലാണ്. കൂടുതലും ഞാൻ പകൽ സ്പെൻഡ് ചെയ്ത് അടുക്കളയിലാണ് സദ്യയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതെൻ്റെ ചേച്ചി കുറച്ച് പടക്കം കൊണ്ടുവന്നായിരുന്നു കേട്ടോ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇനി രായേഷൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് രായേഷൻ്റെ വീട്ടിൽ ആദ്യം അച്ഛനെ കൊണ്ടുപോയി അവിടെ വിട്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടെ പോവുകയാണ്. അവിടെയാണ് ശരിക്കും ഞങ്ങൾ പടക്കമൊക്കെ കത്തിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ പൊട്ടുന്ന ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം പൊന്നുകുട്ടിക്ക് പേടിയാണ് പൊട്ടുന്ന പടക്കമൊക്കെ വീട്ടിൽ ഇട്ട് പൊട്ടിക്കുന്നതൊക്കെ. പൊന്നുകുട്ടിക്ക് പേടിയാണ്. കണ്ണൻകുട്ടന് അത്രയ്ക്ക് പേടിയില്ല, പക്ഷെ പൊന്നുകുട്ടിക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ രായേഷൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഞാൻ തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്തു കേട്ടോ. ഒരു കമ്പിത്തിരി എടുത്ത് ഞാൻ തന്നെ അങ്ങ് കത്തിച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെയും ചെയ്യുന്നത്. കാരണം നമ്മുടെ കണ്ണൻകുട്ടൻ പടക്കം ഇങ്ങനെ കമ്പിത്തിരി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ട് എന്തോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ മെയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റിമൂവ് ചെയ്യുകയാണ് യൂട്യൂബ് തന്നെ. അത് കൊച്ചുകുട്ടികൾ പടക്കം പൊട്ടിക്കുന്നത് കാണിക്കുന്നത് എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൊത്തം
മൊത്തം ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ലേറ്റായി പോയി കേട്ടോ വിഷുവിൻ്റെ ആഘോഷങ്ങൾ ഇടാനായിട്ട്. അപ്പോൾ അവർ കത്തിക്കുന്നതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കേട്ടോ. അതാണ് ഈ ഉള്ള വീഡിയോ തന്നെ പിന്നെയും കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് പിന്നെ വീഡിയോസ് ഇല്ല. വീഡിയോ കൂടുതലും കുഞ്ഞുങ്ങളുടെ ആണല്ലോ ഞാൻ എടുക്കാറുള്ളത്. നമ്മുടെ ഇതിനകത്ത് ഞാൻ കൂടുതലും കുഞ്ഞുങ്ങളുടെയും പിന്നെ എൻ്റെ പാചകവും കാര്യങ്ങളും ഒക്കെ അല്ലേ ഞാനിതിലിടുന്നത്. പിന്നെ വീട്ടിലെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്, അതിലൊക്കെ കൂടുതലും കുഞ്ഞുങ്ങളെയാണ് ഞാൻ കാണിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, എനിക്ക് ആ വിഷുവിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും എടുത്തത് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം കൂടുതലും കുഞ്ഞുങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പടക്കം കമ്പിത്തിരി കത്തിക്കുന്നതൊക്കെ ആയതുകൊണ്ട് അതെന്തോ യൂട്യൂബ് റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം അവിടെ മത്താപ്പും കമ്പിത്തിരി പിന്നെ എന്തൊക്കെയോ മേളിൽ പോയി പൊട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് പടക്കം ഉണ്ടായിരുന്നു. അതൊക്കെ കത്തിക്കുകയാണ് വീട്ടിൽ നിന്ന്, രാജേഷിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ രാത്രിയിൽ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പറയുകയാണ്, എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. പിന്നെ അപ്പോൾ ഇനിയിപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുടെ പിറന്നാളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഇടാൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.